നിങ്ങളിൽ എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു വീഡിയോയ്ക്കകത്ത്. ഈ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള റൈവൽറിയും പോരാട്ടങ്ങളും ഇനി പഴയതുപോലെ ആയിരിക്കത്തില്ല. ഈസ്റ്റ് ബംഗാളിന്റെ ആരാധകരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വികാരമാണ് വയലൻസ് എന്ന് പറയുന്നത്. അതവർ എപ്പോൾ വേണമെങ്കിലും പുറത്തെടുക്കും. അതെപ്പോൾ പുറത്തെടുക്കുമെന്ന് അറിയാൻ കാത്തിരുന്നാൽ മാത്രം മതി ഇന്ന്. നിങ്ങൾ ഇന്ന് ദിമിത്രിയോസ് ഡിയമന്റക്കോസ് വന്നിറങ്ങിയപ്പോഴുള്ള വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അവന്മാരെ കൺട്രോൾ ചെയ്യാൻ സെക്യൂരിറ്റി സ്റ്റാഫിനോ CISFനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. അമ്മാതിരി വയലൻസ് ആയിരുന്നു അവന്മാർ എയർപോർട്ടിൽ ഉൾപ്പെടെ കാണിച്ചു കൂട്ടിയത്. ഡിമിയുടെ കാറിന് ചുറ്റും കൂടി സ്നേഹം കൊണ്ടാണ് ആ കാറിന് ചുറ്റും അടിക്കുക, ഇറങ്ങി വരിക, അങ്ങനെയൊന്നും ഒരു തരത്തിലും അവന്മാരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം കൊൽക്കത്ത ഫുട്ബോൾ ലീഗിൽ മത്സരം കഴിഞ്ഞാണല്ലോ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ ജയിച്ചതിന് ശേഷം അവിടെ നിന്ന് ഈസ്റ്റ് ബംഗാളിന്റെ ആരാധകർ ആഘോഷം നടത്തി. അവിടെ ഏതോ മോഹൻ ബഗാന്റെ ആരാധകർ എന്തോ പറഞ്ഞ അവന്മാർ റോട്ടിലടിച്ച് റെയിൽവേ സ്റ്റേഷനിലിട്ടടിച്ച് മെട്രോ സ്റ്റേഷനിലിട്ടടിച്ച് മോഹൻ ബഗാൻ ആരാധകരെ കണ്ടെടുത്ത് എല്ലാം വെച്ചടിച്ച്. ഇത് അവന്മാരുടെ ഒരു തുടക്കം മാത്രമാണ്. ഈസ്റ്റ് ബംഗാളിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വയലൻസ് അവന്മാർക്ക് കൂടപ്പറപ്പാണ്. ഇനിയിപ്പം ഈ ഒരു വയലൻസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിരിക്കണമല്ലോ. CISFന് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്ര തിരക്ക് അവന്മാരവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം പണ്ട് ഇവരുടെ ക്ലബിന്റെ CEOയെ കൊല്ലാൻ പോയവന്മാരാണ് അവരുടെ ഫാൻസ്. അമ്മാതിരി വയലൻസ് കാണിക്കുന്നവന്മാർ പച്ചക്കെടുത്തിനെ തീ കൊളുത്തി കൊല്ലാൻ പോലും മടിയാത്ത ടൈപ്പ് ഈ ക്രേവിംഗ് ഫാൻസാണ് അവർക്കുള്ളത്. അവർ ഇത്ര നാൾ ഒതുങ്ങിക്കഴിഞ്ഞതിന് കാരണം അവരൊരു ശക്തിയല്ല, മോഹൻ ബഗാൻ പരാജയപ്പെടുത്തും എന്നുള്ള ഒരു ഭയം കാരണം, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസത്തിന്റെ പ്രശ്നം കാരണം അവർ ഒതുങ്ങിക്കൂടിയതാണ്. ഇനി അവർ ഇൻ പേപ്പർ ഫുട്ബോളിൽ കരുത്തിലേക്ക് മടങ്ങി വരുമ്പം അവർ കൂട്ടമായിട്ട് ഗാലറിയിലെത്തും, ആഹ്ലാദ പ്രകടനങ്ങൾ തുടങ്ങും, ജയിച്ചു കഴിഞ്ഞിട്ട് അതിരുവിട്ട് ആഘോഷിക്കും. അവിടെ നിന്ന് ആരെങ്കിലും തടയാൻ ചെന്നാൽ അവന്മാർ കയറി മേയും. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഞങ്ങൾക്കും ഇതുപോലെ ഓളം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഓളം അല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അല്ലെങ്കിൽ ബംഗളൂരുവിന്റെ ആരാധകർ എത്ര ഓളം ഉണ്ടാക്കിയാലും അതിലൊരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. ആരെങ്കിലും നിർത്താൻ പറഞ്ഞാൽ നിർത്തും. ഈസ്റ്റ് ബംഗാളിന്റെ ഫാൻസ് അങ്ങനല്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അവന്മാരുടെ ഗ്രൗണ്ടിൽ കയറി അവന്മാരെന്തെങ്കിലും കാണിക്കും, ചോദ്യം ചെയ്യാൻ വരുന്നവന്മാരെ ഒരു തരത്തിലും അവന്മാർ വിടത്തില്ല. അതിന് പോലീസല്ല, പട്ടാളോ അല്ല, ഏത് ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാലും ഈസ്റ്റ് ബംഗാൾ വിൽ മേക്ക് എ റൈൻ ഓഫ് ടെറർ. ഭയം കൊണ്ട് അല്ലെങ്കിൽ ഭീകരത കൊണ്ട് ഭരിക്കുന്നവന്മാരാണ് അവന്മാർ. ഇനി എന്തൊക്കെ കാണും എന്ന് കാത്തിരുന്ന് കാണാം.